അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദുആ. ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നമ്മളൊക്കെ ഒരുപാട് തവണ അള്ളാഹുവിനോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്. എന്നാൽ പല ആളുകൾക്കുമുള്ള പരാതി, ഉസ്താദേ, ഞാനൊരു കാര്യം ഒരുപാട് തവണയായി അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഒരുപാട് തവണ ഞാൻ ദുആ ചെയ്തു, പക്ഷേ എനിക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഞാൻ ചോദിച്ച ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നില്ല എന്ന്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, നിങ്ങൾ ചില സന്ദർഭങ്ങളിൽ ദുആ ചെയ്താൽ, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദുആ ചെയ്താൽ തീർച്ചയായിട്ടും ആ ദുആക്ക് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ്, ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് അവർ പറയുന്നത് 3 സന്ദർഭങ്ങളാണ്. അതിലൊന്ന്, മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സമയമാണ്. മഴ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ദുആ ചെയ്യുക, ആ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു സമയം പറയുന്നത് ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്ത് അവ്വൽ ജമാഅത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് 20-25 മിനിറ്റ് നമ്മുടെ സാധാരണ പള്ളിയിൽ ആ കുറഞ്ഞ സമയം, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം വളരെ പവിത്രമായ സമയമാണ്. ജമാഅത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ സമയം, ആ സമയത്ത് നിങ്ങൾ ദുആ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ദുആക്ക് ഉത്തരം കിട്ടുന്നതാണ്, ദുആക്ക് ഇജാബത്ത് കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമായി മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ പറയുന്നതായിട്ട് കാണാം. 3-ാമത്തെ സമയമെന്ന് പറയുന്നത് നിസ്കാരശേഷം, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഉള്ള ദുആ, വളരെയധികം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ്. സാധാരണ നമ്മുടെയൊക്കെ പള്ളിയിൽ ഇമാമാണ് ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇമാമ് ദുആ ചെയ്യുമ്പോൾ പലരും അവിടെ ചൊറിഞ്ഞും ഇവിടെ ചൊറിഞ്ഞും ആർക്കോ വേണ്ടിയിട്ട് ആമീൻ ആമീൻ എന്ന് പറയുന്നു എന്നല്ലാതെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആ ദുആക്ക് നമ്മൾ ആമീൻ പറയാറില്ല എന്നതാണ് സത്യം. ഏതായിരുന്നാലും ആ സമയത്ത് ദുആ, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ, അതിന് ജമാഅത്തായി നിസ്കരിച്ചതിന് ശേഷമുള്ള ദുആ ആയിരുന്നാലും, നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിച്ച് ഫർള് നിസ്കരിച്ച് അതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന ദുആ ആയിരുന്നാലും ശരി, ആ ദുആക്ക് സാധ്യത ഏറ്റവും കൂടുതൽ എന്താണ്, നിങ്ങളുടെ ദുആക്ക്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളിൽ, ആ പ്രത്യേകിച്ച് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റമളാനിൻ്റെ എല്ലാ സമയങ്ങളിലും ദുആക്ക് ഇജാബത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഖുതുബ തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ ദുആ ചെയ്താൽ ആ സമയത്തുള്ള ദുആക്കും ഇജാബത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 2 ഖുതുബകൾക്കിടയിലുള്ള കുറഞ്ഞ സമയത്ത് ദുആയിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയമാണെന്ന്, ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളും സമയങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ കുറച്ച് സമയം മാത്രങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഏതായിരുന്നാലും നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം ഒരു കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം ദുആ ഹുവൽ ഇബാദ, ദുആ എന്ന് പറയുന്നത് തന്നെ ഒരു ആരാധനയാണ്, അതൊരു സൽക്കർമ്മമാണ്. ദുആ ചെയ്ത കാര്യം, നമ്മൾ ഉദ്ദേശിച്ച് അള്ളാഹുവിനോട് ചോദിച്ച കാര്യം ചിലപ്പോൾ നിറവേറിയിട്ടില്ല എങ്കിലും അള്ളാഹു അതിൻ്റെ പ്രതിഫലം നമുക്ക് നൽകുന്നതായിരിക്കും. കാരണം ദുആ ഒരു ഇബാദത്താണ്. ചിലപ്പോൾ നമ്മുടെ ദുആക്ക് പെട്ടെന്ന് തന്നെ അള്ളാഹു ഉത്തരം നൽകുന്നതായിരിക്കും. ചിലപ്പോൾ ഒരുപാട് ചോദിച്ചെങ്കിൽ മാത്രമേ ആ ദുആക്ക് നമുക്ക് ഇജാബത്ത് ലഭിക്കുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ എത്ര ചോദിച്ചാലും അള്ളാഹു ആ ദുആക്ക് ഇജാബത്ത് നൽകുകയില്ല. നമ്മൾ ചോദിച്ച കാര്യം ഒരു പക്ഷേ നടക്കാനും പോകുന്നില്ല. എന്നിരുന്നത് കൊണ്ട് ഒരാൾ ദുആ ചെയ്താൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദുആ പെട്ടെന്ന് ഉത്തരം കിട്ടി, അദ്ദേഹം പെട്ടെന്ന് ആ ദുആ ചെയ്ത കാര്യം സാധിച്ചതുകൊണ്ട് അള്ളാഹുവിന് അദ്ദേഹത്തോട് കൂടുതൽ സ്നേഹമുണ്ട് എന്നോ, അതല്ല എങ്കിൽ ദുആക്ക് ഇജാബത്ത് കിട്ടിയില്ല എങ്കിൽ അള്ളാഹുവിനോട് ആ വ്യക്തിക്ക് താല്പര്യമില്ല, സ്നേഹമില്ല എന്നൊന്നും ദുആ കൊണ്ട് നമുക്കൊരിക്കലും അളക്കാൻ കഴിയുകയില്ല. നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.